ഇന്ന് നമ്മൾ നോക്കുന്നത് സൂം 100 ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ജാപ്പനീസ് അനിമേ ടി വി സീരീസിന്റെ സീസൺ 1 11ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ കാന്ത വില്ലേജിലുള്ള ആളുകളൊക്കെ സോംബി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം ആളുകളെല്ലാം പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുപേർ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് ഹാൻജോനെയാണ് കാണിക്കുന്നത്. അവൾ ചാരോ ചാരോ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ പട്ടിയാണെങ്കിൽ ഇപ്പോ ഒരു കോഴിക്കൂട്ടിലാണ് ഉള്ളത്. അവൾ അവളുടെ പട്ടിയുടെ അടുത്തോട്ട് പോകുന്ന സമയത്താണ് പുറകിലൂടെ വന്ന് അവളെ ആരോ പിടിക്കുന്നത്. നോക്കുന്ന സമയത്ത് അത് കെഞ്ചോ ആയിരുന്നു. പുറകെ തന്നെ ഒരു സോംബിയും ഉണ്ടായിരുന്നു. സോംബിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി കെഞ്ചോയും അവളും അവിടെ ഒളിച്ചിരിക്കുന്നു. ആ സോംബി അവിടെ നിന്ന് പോയെന്ന് വിചാരിച്ച് ആ കഥ കടക്കുവാണ് കെഞ്ചോ. പെട്ടെന്ന് തന്നെ ആ കഥ കടക്കുന്ന ശബ്ദം കേട്ട് ഒരുപാടധികം സോംബീസ് അങ്ങോട്ട് വരുന്നു. ഇനിയും ഒരുപാട് സോംബീസ് വരുന്നതിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഏണി ഉപയോഗിച്ച് ആ വീടിന്റെ മുകളിലോട്ട് കയറുവാണ് കെഞ്ചോ. അതിന്റെ മണ്ടയിൽ നിന്ന് കെഞ്ചോ സോംബീസിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഏണി വഴി ആരോ കയറി വരുന്നത്. ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് കാന്തയുടെ ഫ്രണ്ട് ആയിരുന്നു. അവൻ അങ്ങോട്ട് കയറി വന്ന് കെഞ്ചോയെ തള്ളി താഴെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ കറണ്ട് ഓഫ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്ന പാട്രിക്സിനെയാണ്. അവള് അതിന്റെ അടുത്ത് എത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് വേറെ ലേഡി വരുന്നത്. ഇവളും കാന്തയുടെ ഒരു ഫ്രണ്ടാണ്. ആക്ച്വലി ഇവളാണ് ആ മെയിൻ സ്വിച്ച് നശിപ്പിച്ചത് തന്നെ. അവളുടെ പേരാണ് ഡൂക്കോ. അവളൊരു ചെയിൻസോ പോലുള്ള ഒരു സാധനം കൊണ്ടുവന്ന് പാട്രിക്സിനെ തടുക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഡൂക്കോ ആ ചെയിൻസോ ഉപയോഗിച്ച് പാട്രിക്സിന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺ എല്ലാം തന്നെ പൊട്ടിച്ചു കളയുന്നു. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ സോർട്സ്മാൻഷിപ്പില് വേൾഡ് ചാമ്പ്യനാണ്. നിന്റെ ഒരടവും എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുവാണ് ഡൂക്കോ. ഇതൊന്നും കേട്ട് തളരാതെ പാട്രിക്സ് അവളുടെ മറ്റൊരു സോഡ് എടുത്ത് വീണ്ടും ഫൈറ്റിന് തയ്യാറെടുക്കുന്നു. ഇതേ സമയം സുസുക്ക അവിടെ ഉണ്ടായിരുന്ന വയസ്സായ ആളുകളോടൊക്കെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ വേണ്ടി പറയുന്നു. ഞങ്ങൾക്ക് വയസ്സായി, ഞങ്ങളെ കൊണ്ട് ഓടാൻ പറ്റില്ല. ഇനി ഓടിയാൽ തന്നെ എത്ര ദൂരം ഓടാനാ? എന്തായാലും ഇനി ജീവിക്കുകയാണെങ്കിലും അധികകാലമൊന്നും ഞങ്ങൾ ജീവിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ മരിക്കും. അതുകൊണ്ട് നീ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോ എന്ന് പറയുവാണ് സുസുക്കയോട്. അവരെ അവിടെ ഇങ്ങനെ തനിച്ചു വിട്ട് സുസുക്കയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോകാൻ പോകുന്നില്ല എന്ന് പറയുവാണ് സുസുക്ക. ഇതേ സമയം തന്നെ സോംബീസ് അങ്ങോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ സോംബീസിന് മുമ്പിൽ പോയി അവൾ അവിടെ ഇരുന്ന് ഒച്ച വെക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പുറകെ വാടാ എന്നും പറഞ്ഞ് സോംബീസിനോട് പറയുന്നു. വില്ലേജിലെ ആളുകളെ എല്ലാവരും രക്ഷിക്കണമെന്ന് പറഞ്ഞ് സുസുക ഓടിക്കൊണ്ടിരിക്കുന്നു. അവളുടെ പുറകെ തന്നെ സോംബീസും വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അക്കീരയുടെ അച്ഛനും അമ്മയും ഒരുപാട് പേര് ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. സോംബീസ് എല്ലാം തന്നെ ആ വീട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. സോംബീസ് ഇപ്പോ ആ വീടിനകത്തോട് കയറോടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അക്കീര അങ്ങോട്ട് വന്ന് ആ സോംബീസിനെ അടിച്ചിരുന്നത്. അത്ര പെട്ടെന്ന് സോംബികൾക്ക് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇതുവരെ സമ്പാദിച്ച് ഒരു രൂപ പോലും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളെ കൂട്ടി ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അക്കീര ആ സോംബീസിനെ അടിച്ചിട്ടോണ്ടിരിക്കുവാണ്. ഇതേ സമയമാണ് പെട്ടെന്ന് അക്കീരയെ ആ വീടിനകത്തോട്ട് അവന്റെ അച്ഛൻ വലിക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ നീ ഒരിക്കലും മരിക്കാൻ പാടില്ല അക്കീര. അമ്മയെ നല്ല പോലെ നോക്കണം നീ എന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ പുറത്തോട്ടിറങ്ങുന്നു. അക്കീരയാണെങ്കിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കൂടാസുക്കിയാണ്. അവന്റെ കല്യാണ ദിവസം അവനക്ക് വലിയ രീതിയിൽ സന്തോഷമൊന്നുമില്ല. ജോലി കിട്ടിയിട്ടും അവനും വലിയ സന്തോഷമില്ല. അങ്ങനെ അവൻ ഡിപ്രഷനിൽ പോയി വെള്ളം അടിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വെള്ളം അടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിലോട്ടൊന്നും അധികം പോവാറില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അവൻ അവന്റെ ഫാമിലിയെ കാണുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം കണ്ടാൽ പോലും അന്നും വഴക്കാണ്. അതുകൊണ്ട് തന്നെ അവൻക്ക് അവന്റെ ഫാമിലി തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ കെഞ്ചോനോട് പറയുന്നു. പിന്നീട് ഓടിക്കൊണ്ടിരുന്ന സുസുക്ക ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരുത്തം വരുന്നത്. അവനും കാണ്ടാടെ ഒരു ഫ്രണ്ടാണ്. അവന്റെ പേരാണ് അറ്റങ്കു. അവനാണെങ്കിൽ സുസുക്കയെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്താടാന്ന് പറഞ്ഞ് സുസുക്ക നോക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് ഒരുപാടധികം ലക്കുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയതാ എന്റെ മുമ്പിൽ. ഞാൻ അവൾക്ക് ഫ്രഞ്ച് കിസ് കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞ് അവൻ സുസുക്കിലെടുത്തോട്ട് വരുന്നു. അയ്യോ, നിന്റെ കിസിനെക്കാട്ടും നല്ലത് ഒരു സോംബി ആവുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടുന്നു. പിന്നീട് അറ്റങ്കുവിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അറ്റങ്കു ഒരു റെസ്റ്റോറന്റിലെ ഷെഫായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവനക്കൊരു പ്രശ്നമുണ്ട്. ആളുകൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം തന്നെ മറന്നു പോകലാണ് ഇവന്റെ പണി. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഓണറിന്റെ കയ്യിൽ നിന്നും നല്ല രീതിക്ക് എന്നെ ചീത്ത കേൾക്കും. അതൊന്നും പോരാഞ്ഞിട്ട് അധിക ദിവസവും ഇവൻ അവിടെ നിന്ന് ജോലി ചെയ്യാറില്ല. അവിടെ വെറുതെ ഇരിക്കലാണ് അവന്റെ പണി. എന്നിട്ട് എന്താ ജോലി ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യാറുണ്ട്, അവനാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മേത്തോട്ട് കുറ്റോടും. ഇതൊക്കെ കൊണ്ട് തന്നെ എന്റെ ജീവിതം ഒരുപാടധികം ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അവിടെ മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വലിച്ച സിഗരറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിന്നിലിടുന്നു. പിന്നീട് അവൻ കാണുന്നത് അവൻ ജോലി ചെയ്ത റെസ്റ്റോറന്റിൽ നിന്ന് കത്തുന്നതാണ്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലി പോയി. അവിടെയുള്ള ആ ഓണറിന് ഒരുപാടധികം നഷ്ടമുണ്ടായി. എന്റെ ജീവിതത്തിന് യാതൊരുവിധ അർത്ഥവുമില്ല. എനിക്കൊരു ഭാഗ്യവുമില്ല. നടക്കുന്നതെല്ലാം തന്നെ മണ്ടത്തരമാണ്. ഞാനൊക്കെ എന്തിനാ വെറുതെ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ബാട്രിക്സിനെ ഡൂക്കോനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ അവിടെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഫൈറ്റ് ചെയ്യുന്ന ശബ്ദമെല്ലാം തന്നെ സോംബീസ് കേൾക്കുന്നുണ്ട്. സോ സോംബീസ് അങ്ങോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് നിനക്ക് എന്ത് ഗുണമുള്ള എന്ന് ചോദിക്കുവാണ് പാട്രിക്സ്. അപ്പോഴാണ് ഡൂക്കോയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് ശരിയായിരിക്കും, പക്ഷേ മറ്റുള്ളവർ അത് തെറ്റായിട്ടാണ് കാണുന്നത്. അവൾ ജോലി ചെയ്യുന്ന അവളുടെ കമ്പനിയിൽ മറ്റുള്ളവരെല്ലാവരും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരോടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. സോ ഇങ്ങനെയൊക്കെ ഇവൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊറാസുക്കി കെഞ്ചോയോട് പറയുവാണ്, എന്റെ വൈഫ് ഡെലിവറി ആവുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഓഫീസിലായിരുന്നു. സോ ഇവൻ ചെയ്യുന്ന തെറ്റ് ശരിയാക്കാൻ നോക്കാതെ ഇവന്റെ ജീവിതമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് അവനെ തന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കെഞ്ചോ, നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിന്റെ കല്യാണ സമയത്ത് നീ നിന്റെ വൈഫിന് ഒരു പൂ പോലും കൊടുത്തു കാണില്ല. ഇത്രയും കാലം നിന്റെ വീട് നോക്കിയതിന് നീ അവളുടെ മുഖത്ത് നോക്കി ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഒരിക്കൽ പോലും നീ ആലോചിക്കാതെ നിനക്ക് വേണ്ടി അവൾ ജോലി ചെയ്യണോന്ന് പറഞ്ഞ് നീ ചിന്തിക്കുന്നു. ഇതൊക്കെ കേട്ട് കൊറാസുക്കി വളരെയധികം ടെൻഷനായി കെഞ്ചോയെ അതിന്റെ മുകളിൽ നിന്നും വളരെ ശക്തിയിൽ താഴോട്ടിടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം ഒന്ന് പുറകോട്ട് നോക്കി കെഞ്ചോ അവനെയും കൂടി ചേർത്ത് രണ്ടുപേരും താഴോട്ട് ചാടുന്നു. താഴെ കിടക്കുന്ന അവരുടെ രണ്ടുപേരുടെ അടുത്തോട്ട് സോംബീസ് വരുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്? ഞങ്ങളുടെ സ്മെല്ല് കാരണമാണോ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കാരണമാണോ എന്ന് പറഞ്ഞ് കെഞ്ചോ നേക്കഡായി അവിടെ ഉണ്ടായിരുന്ന ആ കുഴിയിലോട്ട് ചാടുന്നു. അപ്പോഴാണ് കൊറാസുക്കിയുടെ അടുത്തോട്ട് സോംബീസ് എല്ലാം തന്നെ വരുന്നത്. ഇത് കണ്ട അവൻ അവിടെ നിന്നും ഓടുവാണ്. പക്ഷെ നേരെ ചെല്ലുന്നത് കറണ്ട് പാസ് ചെയ്യുന്ന ആ നെറ്റിലോട്ടാണ്. അതിൽ കുടുങ്ങി അവൻ ഷോക്ക് അടിക്കുന്നു. ഇതേ സമയമാണ് കെഞ്ചോ ആ കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത്. സോംബി ആവുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത് എന്ന് പറഞ്ഞിട്ടാണ് അവൻ എഴുന്നേറ്റ് വരുന്നത്. അതൊക്കെ ശരി, പക്ഷെ ദയവ് ചെയ്ത് കുളിക്കാതെ നീ എന്റെ അടുത്തോട്ട് വരരുത് എന്ന് ആ പെണ്ണ് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നത് ഭാര്യ മരിച്ചതിന് ശേഷം വട്ടായി പോയ ആ അപ്പൂപ്പനെയാണ്. ആ അപ്പൂപ്പന്റെ അടുത്ത് ഇരിക്കുന്ന എല്ലാവരും സുസുക്കിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ നമ്മൾക്ക് വേണ്ടി പുറത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ടാണ് ആ അപ്പൂപ്പൻ എഴുന്നേക്കുന്നത്. ഏയ്, നിങ്ങളൊക്കെ എന്തേ ചെയ്യുന്നേ? ആ പെണ്ണ്, അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ട്രൈ ചെയ്യാതെ നമ്മളെ കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. എത്ര ദുരന്തങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമ്മൾ കരകയറിയില്ലേ? മാത്രമല്ല ഇങ്ങനെ ഒരു സോംബി അപ്പോക്ലിപ്സ് നടന്നിട്ട് ഒരു മാസത്തോളമായി. ഇതുവരെ നമ്മൾ ഇവിടെ സേഫ് ആയിട്ടല്ല ഇരുന്നിരുന്നേ. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അവളെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ എന്ന് പറയുവാണ് ആ അപ്പൂപ്പൻ. പിന്നീട് കാണുന്നത് സുസുക്കിയെ അത്തൻപുവിനെയാണ്. അവരാണെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എപ്പോഴും നിന്നെ പറ്റി ചിന്തിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നീ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുക, നിന്റെ ഫാമിലി, നിന്റെ ഫ്രണ്ട്സ്, നീ ജോലി ചെയ്യുന്ന സ്ഥലം, അതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. അപ്പോഴാണ് ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും എന്ന് പറയുവാണ് സുസുക്ക. ഇതൊന്നും കേട്ടിട്ട് അവൻ ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. എന്തായാലും നിന്നെ ഇവിടെ വെച്ച് കൊല്ലും മോളെ, എന്നിട്ടേ ഞാൻ ഇവിടെ നിന്നും പോവും എന്ന് പറയുവാണ് അവൻ. അങ്ങനെ സുസുക്കയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന സമയത്താണ് എവിടുന്നോ ഒരു വെടി ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ബുള്ളറ്റ് വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണങ്ങ് തെറിപ്പിച്ച് കളയുന്നു. ആരാപ്പ അത് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ആ വില്ലേജിൽ തന്നെ ബെസ്റ്റ് ഷൂട്ടർ ആയിട്ടുള്ള ആ അപ്പൂപ്പൻ. പുള്ളിക്കാരനാണ് ഇപ്പൊ സുസുക്കിയെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് അവൻ വീണ്ടും ടെൻഷനായി നേരെ ഓടിപ്പോയി അവളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ വില്ലേജിലെ ആളുകൾ മൊത്തം അവളുടെ മുമ്പിൽ നിരന്നങ്ങ് നിൽക്കുവാണ്. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഇവളുടെ മേത്ത് ഒരു തരി മണ്ണ് വീണ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അവനെ എടുത്ത് പഞ്ഞിക്കിടുന്നു. ഇത്രയൊക്കെ അടി കൊണ്ടിട്ടും അവൻ ഇതൊക്കെ അവന്റെ ബാഡ് ലക്ക് കാരണമാണോ അവന് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സുസുക്ക അവിടെയുള്ള ആളുകൾക്ക് മൊത്തം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് അവരെ രക്ഷിക്കാൻ വന്നതിൽ അവളും അവളുടെ ലക്ക് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പാട്രിക്സിന്റെ അടുത്തോട്ട് സോംബീസ് വരുന്നത് കണ്ട് അവൾ അവിടെയുള്ള ആ വാട്ടർ വീലിന്റെ മുകളിൽ കയറി പിടിക്കുന്നു. അത് അവളെയും കൊണ്ട് മുകളിലോട്ട് പോകുന്നു. ഒരുപാട് സോംബീസ് അതിൽ കയറി പിടിക്കുന്നത് കൊണ്ട് അത് ഭാരം കാരണം പൊട്ടിപ്പോകുന്നു. സോ അവിടെ ഉണ്ടായിരുന്ന ആ വേലിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് നിൽക്കുന്നു. സോംബീസിനെ യൂസ് ചെയ്ത് അവള് ആ ചക്രം പൊട്ടിച്ചത് കൊണ്ട് തന്നെ ഇത് കണ്ട് ഡൂക്ക അതൊക്കെ തെറ്റാണ്, ഇങ്ങനൊന്നും നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യാൻ പല വഴികളുണ്ടാവും, പക്ഷെ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും അവർക്ക് അറിയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ കാര്യത്തിൽ നീ തലയിടുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിക്കണം, നീ പറയുന്നത് ശരിയാണോ എന്ന്. സോ നീ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് പാട്രിക്സ് ആ ചക്രത്തിന്റെ മുകളിൽ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഡൂക്കയെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സോംബീസും അറ്റാക്ക് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അക്കീരയുടെ അച്ഛനെയാണ്. അവിടെ ഉണ്ടായിരുന്ന സോംബീസിനെല്ലാം തന്നെ അവർ അടിച്ച് താഴെ ഇടുന്നു. അക്കീര സഹായിക്കാൻ വേണ്ടി വരാൻ നിൽക്കുന്ന സമയത്ത് അത് വേണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ അവസാനം 3 സോംബീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഇപ്പൊ അറ്റാക്ക് വിടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അക്കീരയുടെ അച്ഛനെ പെട്ടെന്ന് അറ്റാക്കി പോലെ എന്തോ വരുന്നത്. പുള്ളിക്കാരൻ താഴെ വീഴുന്നു. ആ സോംബീസ് ഇപ്പോ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അക്കീരയുടെ അച്ഛനെ രക്ഷിക്കുന്നത്. അത് നമ്മുടെ കാന്തയായിരുന്നു. അവനിപ്പോ ആ JCBയുടെ ഉള്ളിലോട്ട് അവരെ പിടിച്ചിടുന്നു. ഇത് കണ്ട് അക്കീരയ്ക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇവനല്ലേ നേരത്തെ കൊല്ലാൻ നോക്കിയേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ രക്ഷിക്കുന്നേ എന്ന് ചിന്തിക്കുവാണ് അക്കീര. അപ്പോഴാണ് ആ കാര്യം അവൻ പറയുന്നത്, ഇനി നീ പുറത്തു വന്നില്ലെങ്കിൽ
നീ ഒരു സോംബി ആയിട്ട് മാറിയില്ലെങ്കിൽ നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ അച്ഛൻ സോംബി ആയിട്ട് മാറും എന്ന് പറയാണ് കാന്ത. സോ അക്കീര പുറത്ത് വന്നില്ലെങ്കിൽ അക്കീരയുടെ കൺമുമ്പിൽ വെച്ച് അക്കീരയുടെ അച്ഛൻ ഒരു സോംബിയായി മാറും. ഇത് കണ്ട അക്കീര എന്ത് ചെയ്യണോന്ന് അറിയാതെ പുറത്തിറങ്ങണോ വേണ്ടയോ എന്ന് അറിയാതെ ചിന്തിച്ച് നിൽക്കുവാണ്. സോ ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതൊക്കെ എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്താതെ തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എല്ലാം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത്തരത്തിലുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.